So hey guys, welcome back to our channel. So welcome back to another trailer reaction guys. നമ്മുടെ പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന ഡൈസ് ഇറൈ എന്ന് പറയുന്ന ഡൈസ് ആണോ എനിവേ ഡൈസ് ഇറൈ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടാണ്. ഇതിന്റെ ടീസർ ഞാൻ കണ്ടാണ്. ഒരു വല്ലാത്തൊരു സംഭവം, ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു ടീസർ ആയിരുന്നു. സോ എന്തായാലും എനിക്കൊന്ന് ഈ മാസമാണ് പടം ഇറങ്ങുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് മൂവിയുടെ ട്രെയിലറൊക്കെ കിടക്കാം ഗൈസ്. അപ്പോൾ ലെറ്റ്സ് വാച്ച് ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ഡൈസ് ഇറൈ. ട്രെയിലർ പ്രസന്റേഷൻ. ഹായ്, നല്ലൊരു വീഡിയോ ഗൈസ്. 1000 മീറ്റർ തൂക്കുന്നു. നൈറ്റ് ഷിഫ്റ്റ് ടു വൈനോട്ട് സ്റ്റുഡിയോസ്. ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ? ചിലപ്പോൾ അത് രക്ഷപ്പെട്ടിരുന്നെങ്കിലോ. പ്രണവ് മോഹൻലാൽ പുള്ളി ഹൃദയത്തിന് ശേഷം ചെയ്യുന്ന പടമാണെന്ന് തോന്നുന്നല്ലേ ഇത്. എന്നിട്ടാ തോന്നലിപ്പോ ശരിയായില്ലേ? ഇതൊരു ഗോസ്റ്റ് എലിമെന്റുള്ള പടമാണ് ഗൈസ്. ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ്സ്. ഞാൻ രാവിലെ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയാണ് വെള്ളത്തിൽ കിടക്കുന്നത് വിചാരിച്ചു. ആ കുടുംബത്തിന് എന്തോ ശാപമുണ്ട് സാറേ. ആകെ ഉണ്ടായിരുന്ന ആന്തരിക അതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ? ഇവരുടെ ഒരു മിസ്റ്ററി ഫീലൊക്കെ ആരോ വരുന്നു. പ്രേതം വന്നറ. വേറെ പറഞ്ഞത് വിശ്വസിക്കും. എന്റെ ചോദ്യം, ഈ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ആരെങ്കിലും കുളിച്ചു നിർത്തി കൂടി ഒറ്റയ്ക്ക് എന്തിനാ പേടിക്കുന്നത്? എല്ലാവരും കൂടെ ചേർന്ന് പേടിച്ചാൽ പോരെ. ഇപ്പൊ പുറകുന്നവരായിരിക്കും. ആ ട്രാൻസിഷൻ കണ്ട രാഹുൽ സദാശിവനാണ് പടം എഴുതിയേക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും. നിങ്ങൾ ആ ട്രാൻസിഷൻ കണ്ട? അവന്റെ ഫേസിൽ വന്നത്, പ്രണവിന്റെ ഫേസിൽ വന്ന ട്രാൻസിഷൻ കണ്ട നിങ്ങള്? അപ്പൊ യവനാണ് അന്നേരം ഈ ഗോസ്റ്റ്, ഐ മീൻ ഇവന്റെ ദേഹത്ത് കയറുന്നതാണോ പ്രേതം? അപ്പൊ ഈ മാസം ലാസ്റ്റ് ഇറങ്ങുന്നത്. പ്രണവ് ആകപ്പാടെയൊക്കെ മാറിയിരുന്നല്ലേ, കൊള്ളാൻ രസമുണ്ട്. സോ ഗൈസ്, അപ്പോൾ അതാണ് ഡൈസ് ഇറൈ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ ഗൈസ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട, രസമുണ്ട്. ഒരു ഹൊറർ എലമെൻറ്റ്. ദ ഡേ ഓഫ് വ്രത്ത് അങ്ങനെ സംഭവം. എന്തോ ഒരു പ്രേതം, ഹൊറർ സംതിങ് ആണ്. എന്തോ ഹൊറർ സംതിങ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. ഒരു പ്രേതം മാത്രമേ ഉള്ളായിരിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.